സെയ്റ്റ്സഫ് റൂള്. ഡിഫൈൻ സെയ്റ്റ്സഫ് റൂൾ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു റിയാക്ഷൻ തന്നിട്ട് അതിൽ പ്രോഡക്റ്റ് എഴുതാൻ അല്ലെങ്കിൽ അത് ഏത് റൂളാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അങ്ങനെയായിരിക്കും ചോദിക്കുക. അപ്പോൾ സെയ്റ്റ്സഫ് റൂള് നമുക്ക് എങ്ങനെ കഥ രൂപത്തിൽ പഠിച്ചു വെക്കാമെന്ന് നോക്കാം. ഇപ്പോൾ സെയ്റ്റ്സഫ് റൂൾ എന്ന് പറയുമ്പം ഇതിൽ എന്തുണ്ട്? SAY സേ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം സേ എക്സാം എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ സേ എക്സാം എഴുതാനായിട്ട് 4 പേരാണ് പോകുന്നത്. എവിടത്തേക്കാണ് പോകുന്നത്? ഇവർ PR എന്ന് പറയുന്ന ബിൽഡിങ്ങിലേക്കാണ് സേ എക്സാം എഴുതാൻ വേണ്ടി 4 പേര് പോകുന്നത്. ആരൊക്കെയാണ് ഈ 4 പേരെന്ന് പറയുന്നത്? ഫസ്റ്റ് മെമ്പറാണ് CH3. ഈ CH3 എന്ന് പറയുന്നത് ട്വിൻസ് ആണ്. 2 പേരുണ്ട് CH3. ഓക്കെ CH3 എന്ന് പറഞ്ഞാൽ ട്വിൻസ് ആണ്, 2 ആൾക്കാരുണ്ട്. അടുത്തത് ആരാണ്? CH2 ആണ്. അടുത്തത് ആരാണ്? CH ആണ്. ഓക്കെ, ഇത്രയും ആൾക്കാർ, ഈ 3 പേരാണ് BR എന്ന് പറയുന്ന ബിൽഡിങ്ങിലേക്ക് സേ എക്സാം എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഇവരൊരു സാറിനെ കണ്ടു. ഒരു സാറിനെ കണ്ടുകൂട്ടി. അതാണ് ആര്? ആൽക്കഹോളിക് KOH. ആൽക്കഹോളിക് KOH. ഓക്കെ, ഇങ്ങനെ ഒരു സാറിനെ ഇവർ കണ്ടുമുട്ടി. അപ്പം ആ സാറ് പറയുവാണ്, ഈ ആൽക്കഹോളിക് KOHനെ കോച്ച് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആ കോച്ച് പറയുവാണ്, മേജർ ഹോളിലേക്ക് ഈ 4 പേരെയും കടത്തിവിടില്ല എന്ന് പറയും. പിന്നെ എങ്ങനെയാണ് കടത്തിവിടുന്നത്? അതായത് മേജർ ഹോളിലേക്ക് ഒരു 2 റോ ഉണ്ട്. ആ റോൻ്റെ റൈറ്റ് സൈഡിൽ ആരായിരിക്കും? ഒന്ന് CH3 തന്നെയായിരിക്കും, മറ്റേ ആള് CH ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിരിക്കും CHഉം CH3 ആയിരിക്കും. ഇതാണ് ആര്? മേജർ ഹോളിലേക്ക് കടത്തിവിടുന്നത്. ഇത്രയും പേരായിരിക്കും. ഇനിയുള്ളത് ഒരു മൈനർ ഹോളും കൂടി ഉണ്ട്. ഇതിലേക്ക് കടത്തിവിടുന്നത് CH3, CH2, CH ഡബിൾ ബോണ്ട് CH2. ഇവരാണ് മൈനർ ഹോളിലേക്ക് കടത്തിവിടും. ഇത് മേജർ, ഇത് മൈനർ. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ കഥരൂപത്തിൽ ഓർത്തു വെക്കും. അപ്പം 4 പേര് സേ എക്സാം എഴുതാൻ പോവുകയാണ്. ഈ 4 പേരും കൂടി ഏത് ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്? BR എന്ന ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ ഇവരാരെ കാണും? ആൽക്കഹോളിക് KOH എന്ന ഒരു സാറിനെ കാണും. അപ്പോൾ സാറ് പറയും 2 ഹോളുണ്ട്, മേജർ ഹോളുണ്ട്, മൈനർ ഹോളുണ്ട്. അപ്പം മേജർ ഹോൾ എന്ന് പറയുമ്പോൾ ഒരു റോ ഉണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് CH3 CHനെയും ലെഫ്റ്റ് സൈഡിലേക്ക് CH3നെയാണ് കടത്തിവിടുമെന്ന് പറഞ്ഞു. മൈനർ ഹോളിലാണെങ്കിലോ, മൈനർ ഹോളിൽ CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. എങ്ങനെ ഓർത്ത് നോക്കുക. ഇനി ഇതിൻ്റെ കെമിസ്ട്രി പറയുവാണെങ്കിൽ ഇത് ഏതാണ് കോമ്പൗണ്ട്? ഇതിൻ്റെ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4. പിന്നെ ആരാണ്? 2ലാണ് ആരുള്ളത്? ബ്രോമിൻ ഉള്ളത് അല്ലേ. അപ്പോൾ ഇത് 2 ബ്രോമോ. എത്ര കാർബൺ ഉണ്ട്? പാരന്റ് ചെയിൻ ഏതാണ്? 1 2 3 4 ഉണ്ട്. അപ്പോൾ എത്രയാണ്? 2 ബ്രോമോ ബ്യൂട്ടൈൻ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ റിയാക്റ്റൻ്റ് 2 ബ്രോമോ ബ്യൂട്ടൈൻ. അത് ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ആൽക്കഹോളിക് KOH ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് മേജർ ഏതാണ് മൈനർ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഈ സെയ്റ്റ്സഫ് റൂൾ പ്രകാരമാണ്. അപ്പോൾ എന്താണ് സെയ്റ്റ്സഫ് റൂൾ എന്ന് നമ്മൾ അറിയണം. അപ്പോൾ എന്തായിരിക്കും സെയ്റ്റ്സഫ് റൂൾ എന്ന് വെച്ചാൽ, സെയ്റ്റ്സഫ് റൂൾ പ്രകാരം ബ്രോമിൻ കണക്ട് ചെയ്തിട്ടുള്ള, ഹാലജൻ കണക്ട് ചെയ്തിട്ടുള്ള കാർബൺ ആണ് എന്ത്? ആൽഫ കാർബൺ എന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്തുള്ള 2 കാർബൺ ആണ് ബീറ്റ കാർബൺ. ഓക്കെ, 2 ബീറ്റ കാർബണും ഒരു ആൽഫ കാർബണും ഉണ്ട്. അപ്പോൾ ഇതൊരു എലിമിനേഷൻ റിയാക്ഷനാണ്. അതായത് ആൽക്കഹോളിക് KOH ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത്
ഇവിടുന്ന് ബ്രോമിൻ എലിമിനേറ്റ് ചെയ്ത് പോവും. ബ്രോമിൻ്റെ കൂടെ ആരും കൂടി പോവും, ഹൈഡ്രജനും കൂടി പോവും. അങ്ങനെ HBr ഇവിടെ എലിമിനേഷൻ നടക്കുന്നുണ്ട്, -HBr. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രജൻ 2 ബീറ്റ കാർബൺ ഉണ്ട്. ഇതിൽ എവിടെ നിന്ന് പോവണം എന്നുള്ളത് സെയ്റ്റ്സഫ് റൂൾ പ്രകാരമാണ് നടക്കുക. ഓക്കെ, സെയ്റ്റ്സഫ് റൂൾ പറയുന്നത് ബീറ്റ കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എവിടെയാണോ അവിടെ നിന്നാണ് ഹൈഡ്രജൻ റിമൂവ് ആവുന്നത്, എലിമിനേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ബീറ്റ കാർബണിൽ എത്ര നമ്പർ ഉണ്ട് ഹൈഡ്രജൻ? 2 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെയാണെങ്കിലോ 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ എവിടെയാണ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആയിട്ടുള്ളത്? ഈ ബീറ്റ കാർബണിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഹൈഡ്രജനും ഇവിടുന്ന് Br കൂടി പോയി HBr മൈനസ് ആവും. HBr പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ സിംഗിൾ ബോണ്ട് പോയിട്ട് അവിടെ എന്താവും? ഡബിൾ ബോണ്ടായിട്ട് മാറും. അപ്പം ഇതാണ് മേജർ പ്രോഡക്റ്റ്. ഓക്കെ, ഇപ്പം എലിമിനേഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. എലിമിനേഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്? കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് വെച്ചാൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, അപ്പം ഇതൊരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്, ആൽക്കീനാണ്, ഈനാണ് അല്ലെ, ഡബിൾ ബോണ്ടഡ് ആണ്. ഇതാണ് മേജർ പ്രോഡക്റ്റ്. അപ്പോൾ മൈനർ പ്രോഡക്റ്റ് എന്തായിരിക്കും? ബീറ്റ കാർബൺ കണ്ടെയ്നിങ് ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും മൈനർ പ്രോഡക്റ്റ്. അപ്പം ഈ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്ത് പോകും. അതാണ് ഈ മൈനർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് കാർബൺ പോയി കഴിഞ്ഞാൽ CH3 എന്നുള്ളത് എന്താവും? ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ CH2 ആയിട്ട് മാറും. ഇപ്പോൾ CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് സെയ്റ്റ്സഫ് റൂൾ. സെയ്റ്റ്സഫ് റൂൾ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു എലിമിനേഷൻ റിയാക്ഷൻ ആണ്. HBr ആണ് അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ Br കണക്ട് ചെയ്തിട്ടുള്ള കാർബൺ ആണ് ആൽഫ കാർബൺ, അതിന്റെ തൊട്ടടുത്തുള്ള 2 കാർബൺ ആണ് ബീറ്റ കാർബൺ. അപ്പം ബീറ്റ കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എവിടെയാണോ അവിടെ നിന്നാണ് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് മേജർ പ്രോഡക്റ്റ്. ഓക്കെ, ഇനി ബീറ്റ കാർബൺ കണ്ടെയ്നിങ് ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്തിട്ടാണ് മൈനർ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഇതാണ് സെയ്റ്റ്സഫ് റൂൾ.